കേരളത്തിന്റെ സാമ്പത്തിക വളർച്ചയിലും സാമൂഹിക പുരോഗതിയിലും പ്രവാസി മലയാളികളുടെ പങ്ക് അതുല്യമാണ്. പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് മലയാളികൾ വർഷം തോറും അയക്കുന്ന പണം സംസ്ഥാനത്തിന്റെ ഉപഭോഗ മേഖലയെയും നിർമ്മാണ മേഖലയെയും കുടുംബ സമ്പദ് വ്യവസ്ഥയെയും താങ്ങി നിർത്തുന്ന പ്രധാന ഘടകങ്ങളിലൊന്നാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഓരോ ബജറ്റും പ്രവാസി സമൂഹം പ്രത്യേക ശ്രദ്ധയോടെയാണ് വീക്ഷിക്കുന്നത്. വി.ഡി. സതീശൻ സർക്കാർ എന്താകും പ്രവാസികൾക്കായി മാറ്റിവെച്ചിരിക്കുന്നത്? പ്രവാസി ക്ഷേമം, മടങ്ങിയെത്തുന്ന പ്രവാസികളുടെ പുനരധിവാസം, നിക്ഷേപ പ്രോത്സാഹനം, ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾ, പ്രവാസി പെൻഷൻ, ലോക കേരള സഭയുടെ ഭാവി, യാത്രാ ചെലവ് തുടങ്ങിയ വിഷയങ്ങളിലാണ് പ്രധാനമായും ചർച്ചകൾ നടക്കുന്നത്. വിദേശ മലയാളികളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? അവയിൽ എത്രത്തോളം ബജറ്റിലൂടെ യാഥാർത്ഥ്യമാകാൻ സാധ്യതയുണ്ട് എന്ന് നോക്കാം. വിദേശ മലയാളികൾക്ക് കേരള ബജറ്റിൽ എന്തെല്ലാം പ്രതീക്ഷിക്കാം? പ്രവാസി ക്ഷേമ പദ്ധതികൾക്ക് കൂടുതൽ വകയിരുത്തൽ. കേരള സർക്കാർ കഴിഞ്ഞ വർഷങ്ങളിലായി പ്രവാസി ക്ഷേമത്തിന് പ്രത്യേക പ്രാധാന്യം നൽകിയിട്ടുണ്ട്. പുതിയ സർക്കാരും ഇത് പിന്തുടരുമെന്നാണ് പ്രതീക്ഷ. പ്രവാസി പുനരധിവാസം, ക്ഷേമനിധി, ചികിത്സാ സഹായം, അടിയന്തര സഹായം തുടങ്ങിയ പദ്ധതികൾക്ക് ഫണ്ട് വകയിരുത്താനുള്ള സാധ്യതയുണ്ട്. 2025-26 ബജറ്റിൽ പ്രവാസി ക്ഷേമത്തിനായി 150 കോടിയിലധികം രൂപ അനുവദിച്ചിരുന്നു. പ്രവാസികൾക്കുള്ള പുനരധിവാസ സഹായം. ഗൾഫ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് മടങ്ങിയെത്തുന്ന പ്രവാസികൾക്ക് സ്വയം തൊഴിൽ, സംരംഭകത്വം, വായ്പാ സബ്സിഡി തുടങ്ങിയ പദ്ധതികൾ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന പ്രതീക്ഷയുണ്ട്. നോർക്ക പദ്ധതികളുടെ വിപുലീകരണം. നോർക്ക മുഖേന നൽകുന്ന സാന്ത്വന ചികിത്സാ സഹായം, നിയമസഹായം, സ്കോളർഷിപ്പുകൾ, തൊഴിൽ പരിശീലനം എന്നിവയ്ക്ക് കൂടുതൽ ഫണ്ട് അനുവദിക്കുമെന്ന പ്രതീക്ഷയുണ്ട്. പ്രവാസി നിക്ഷേപങ്ങൾക്ക് പ്രോത്സാഹനം. കേരളത്തിലേക്ക് കൂടുതൽ പ്രവാസി നിക്ഷേപം ആകർഷിക്കാൻ സ്റ്റാർട്ടപ്പ് പദ്ധതികൾ, MSME നിക്ഷേപങ്ങൾ, ടൂറിസം, ആരോഗ്യം, വിദ്യാഭ്യാസ മേഖലകളിലെ നിക്ഷേപ പ്രോത്സാഹനങ്ങൾ എന്നിവയ്ക്ക് പുതിയ പ്രഖ്യാപനങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പ്രവാസി ഇൻഷുറൻസ്, പെൻഷൻ ആനുകൂല്യങ്ങൾ. സമീപകാലത്ത് ആരംഭിച്ച നോർക്ക കെയർ പോലുള്ള അപകട ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികളുടെ വിപുലീകരണം, പ്രവാസി പെൻഷൻ പദ്ധതികളിലെ മെച്ചപ്പെടുത്തൽ തുടങ്ങിയവയും പ്രതീക്ഷിക്കാം. ലോക കേരള സഭ. ലോക കേരള സഭ എന്നത് ലോകമെമ്പാടുമുള്ള പ്രവാസി മലയാളികളെയും കേരള സർക്കാരിനെയും ബന്ധിപ്പിക്കുന്ന ഒരു ഔദ്യോഗിക വേദിയാണ്. പ്രവാസികളുടെ പ്രശ്നങ്ങൾ, നിർദ്ദേശങ്ങൾ, നിക്ഷേപ സാധ്യതകൾ, ക്ഷേമകാര്യങ്ങൾ എന്നിവ സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ലോക കേരള സഭ വഴി പ്രവാസികളുടെ അഭിപ്രായങ്ങൾ ഭരണ നിർവഹണത്തിലേക്ക് കൂടുതൽ ഉൾപ്പെടുത്തുന്നതിനുള്ള നടപടികൾക്കും ഫണ്ട് വർധനയ്ക്ക് സാധ്യതയുണ്ട്. ടാക്സ് ഇളവുകൾ ഉണ്ടാകുമോ? പ്രവാസി മലയാളികൾക്ക് പ്രത്യേക ടാക്സ് ഇളവുകൾ കേരള ബജറ്റിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. വരുമാന നികുതി കേരള സർക്കാർ തീരുമാനിക്കുന്നതല്ല, അത് കേന്ദ്ര സർക്കാരിന്റെ അധികാരത്തിലാണ്. അതിനാൽ ഗൾഫിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾക്കോ വിദേശ വരുമാനത്തിനോ സംസ്ഥാന ബജറ്റിലൂടെ നേരിട്ട് ടാക്സ് ഇളവ് നൽകാൻ കഴിയില്ല. നികുതി ഇളവിന് പകരമുള്ള സഹായങ്ങൾ നോക്കാം. നോർക്ക റൂട്ട്സ് വഴി ഫീസ്, സർവീസ് ചാർജ് കുറയ്ക്കൽ അല്ലെങ്കിൽ സബ്സിഡി സേവനങ്ങൾ. മടങ്ങിയെത്തുന്ന പ്രവാസികൾക്ക് ബിസിനസ് തുടങ്ങാൻ വായ്പാ പലിശ സബ്സിഡി, രജിസ്ട്രേഷൻ, ലൈസൻസ് തുടങ്ങിയവയിൽ ലളിതമായ നടപടികൾ. ക്ഷേമ പദ്ധതികൾ, ചികിത്സാ സഹായം, പെൻഷൻ വർദ്ധിപ്പിക്കൽ. പ്രവാസികൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രവാസി പെൻഷൻ, ഇൻഷുറൻസ് പദ്ധതികൾ ശക്തിപ്പെടുത്തുക, മടങ്ങിയെത്തുന്ന പ്രവാസികൾക്ക് കൂടുതൽ പുനരധിവാസ സഹായം, പ്രവാസി നിക്ഷേപങ്ങൾക്ക് ലളിതമായ നടപടിക്രമങ്ങളും പ്രോത്സാഹനങ്ങളും, നിയമസഹായം, അടിയന്തര സഹായം തുടങ്ങിയ സേവനങ്ങൾ മെച്ചപ്പെടുത്തുക, വിമാനയാത്രാക്കൂലി കുറയ്ക്കുക. കേരളത്തിന്റെ ധനസ്ഥിതി ഇപ്പോഴും സമ്മർദ്ദത്തിലായതിനാൽ വലിയ നികുതി ഇളവുകളോ സാമ്പത്തിക ആനുകൂല്യങ്ങളോ പ്രവാസികൾക്ക് മാത്രം നൽകാനുള്ള സാധ്യത കുറവാണ്. പകരം ക്ഷേമം, ഇൻഷുറൻസ്, പുനരധിവാസം, നിക്ഷേപ പ്രോത്സാഹനം എന്നിവയിലായിരിക്കും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധ്യത. കേരളത്തിന്റെ യഥാർത്ഥ ധനസ്ഥിതി ഇപ്പോഴും സമ്മർദ്ദത്തിലായതിനാൽ വലിയ നികുതി ഇളവുകളോ വൻ സാമ്പത്തിക ആനുകൂല്യങ്ങളോ പ്രവാസികൾക്ക് മാത്രം നൽകാനുള്ള സാധ്യത കുറവാണ്. പകരം ക്ഷേമം, ഇൻഷുറൻസ്, പുനരധിവാസം, നിക്ഷേപ പ്രോത്സാഹനം എന്നിവയിലായിരിക്കും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധ്യത. വി.ഡി. സർക്കാർ എന്താകും പ്രവാസി ക്ഷേമത്തിനായി ബജറ്റിൽ ഉൾപ്പെടുത്തുക എന്നാണ് പ്രവാസ ലോകം ഉറ്റുനോക്കുന്നത്. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.